അതിനായിട്ട് ഇപ്പൊ ഈ കണ്ണൂരിന്ന് ഇപ്പൊ ഒരു പാർട്ടി സമ്മേളനം നടക്കുകയാണല്ലോ, അവിടെ BJP വളരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ CPM-ന്റെ. CPM-ന്റെ അണികളില് അതുപോലെ തന്നെ ചുമതലപ്പെട്ട ആളുകളുടെല്ലാം ഇത് ഏറ്റവും വലിയ ചിന്തയും ഉറക്കം കെടുത്തുന്നത് BJP വളരുന്നെന്ന്. CPM ഗ്രാമങ്ങളിൽ അവരുടെ ബൂത്തുകളിൽ, അതായത് പിണറായി വിജയന്റെ ബൂത്തിലൊന്നും നമുക്ക് ഇരിക്കാൻ പോലും ആളെ കിട്ടാറില്ല, വോട്ടും കിട്ടാറില്ല. പാറപ്പുറം CPM ഉദയം കൊണ്ട പ്രദേശമാ പാറപ്പുറം. ആ പാറപ്പുറത്ത് 168 വോട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷിയുടെ സ്ഥലം, അവിടെ 68 വോട്ടുണ്ട്. അപ്പം ഒരു പ്രവർത്തനവും നടത്താതെ CPM 100% CPM ആയിരിക്കുന്ന പ്രദേശത്താണ് BJPക്ക് വോട്ട് വരുന്നത്. അത് ഓരോ അലോസരപ്പെടുത്തുന്നുണ്ട്, അവരെ വല്ലാതെ രീതിയിൽ വെപ്രാളപ്പെടുത്തുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. കാരണം അത് CPM-ന്റെ വലിയൊരു മാറ്റമാണ് അത് കാണിക്കുന്നത്. വലിയൊരു വിഭാഗം CPM-ആയിട്ട് അകന്നകന്ന് പോകുന്ന ഒരു കാലാവസ്ഥയിലാണ് CPM-ന്റെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്തേ പറ്റൂ, ചർച്ച ചെയ്തില്ലെങ്കിൽ ആവശ്യമുള്ളൂ. കാരണം കഴിഞ്ഞ തവണ നേരെ ഡബിളാണ്. കാരണം 80 മുതൽ പ്രവർത്തിച്ച് 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ എത്തി നിൽക്കുന്ന BJPക്ക് നേരെ ഡബിൾ വോട്ടാണ് കണ്ണൂർ ജില്ലയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ണൂരിലെ എല്ലാ CPM പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല CPM ഗ്രാമമാണ്. മിഡ്നാപ്പൂർ കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ശക്തിയുള്ള പ്രദേശം കണ്ണൂരാണ്. ആ കണ്ണൂരിൽ വലിയ മാറ്റം CPM അണികളിലുണ്ട്. കാരണം അവർക്ക് ചിന്തിക്കുന്നുണ്ട്, CPM-നെ BJPയെ പരാജയപ്പെടുത്താൻ, BJPയെ തോൽപ്പിക്കാൻ അവർ വർഗീയ ശക്തികളുമായിട്ടാണ് കൈകോർക്കുന്നത്. മതവൈലികവാദികളുമായിട്ട് എല്ലാ വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കുകയാണ്. ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള അവർ ശക്തമായി പ്രതിരോധിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കണ്ണൂരിൽ എവിടെയെങ്കിലും പഞ്ചായത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് പ്രതിനിധികൾ ഉണ്ടോ, വിജയിച്ചിട്ടുണ്ടോ മണ്ഡലത്തിൽ എവിടെയെങ്കിലും? അല്ല, കണ്ണൂരിൽ 46 പേരുണ്ടല്ലോ നമുക്ക്. 46 പേര് വിജയിച്ചിട്ടുണ്ട്. അതിന്റെ CPM ഗ്രാമത്തിലാണ്. ഇപ്പം ബൈ ഇലക്ഷൻ നടന്ന് മട്ടന്നൂര്, സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ശൈല ടീച്ചർ വാർഡിൽ, ടൗൺ വാർഡിൽ നമുക്കൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളാണ് ഇപ്രാവശ്യം ജയിച്ചത്. ഡെപ്യൂട്ടി കളക്ടറായിട്ടുള്ള ആളാണ് ജയിച്ചിട്ടുള്ളത്. അപ്പം എത്രമാത്രം പ്രതീക്ഷ വെക്കുന്നുണ്ട് BJP കണ്ണൂർ? കാരണം കണ്ണൂർ എന്ന് പറയുന്നത് പാർട്ടിന്റെ ഒരു കോട്ടയായിട്ടാണല്ലോ പൊതുവെ അറിയപ്പെടുന്നത്. അല്ല, ആ കോട്ടക്കൊത്തളങ്ങളൊക്കെ മാനസികമായിട്ട് CPM പ്രവർത്തകർ അകന്നു പോയിട്ടുണ്ട്. CPM-ന് വോട്ട് ചെയ്ത നിഷ്പക്ഷമതികളായ ആളുകൾ അകന്നു പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ 2024-25 വന്നിട്ടുള്ള ബഡ്ജറ്റും വലിയ പ്രതീക്ഷയാണ് BJP നൽകുന്നത്. കാരണം ഇന്ന് സാധാരണക്കാരൻ, മിഡിൽ ക്ലാസ്സിനൊക്കെ വേറെ ആനുകൂല്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇത് ഒരു ചരിത്ര സംഭവമാക്കി മാറ്റി ഈ ബഡ്ജറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും CPM-ന്റെ അണികളിൽ ചിന്തിക്കുന്നുണ്ട്. CPM പഴയ കാലഘട്ടത്തിലെ പോലെ ആയുധമെടുത്ത് പ്രതികരിക്കുന്ന CPM-മാരൊന്നും ഇനി കിട്ടില്ല. കാരണം അവരൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, അവർക്കൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ CPM അണികളിൽ വലിയ മാറ്റമുണ്ട്. CPM-ന് വോട്ട് ചെയ്ത വോട്ടർമാരിൽ വലിയ മാറ്റമുണ്ട്. ആ മാറ്റം BJPക്കാണ്. പണ്ടൊക്കെ CPM എന്ന് വോട്ട് പോകുമ്പോൾ കോൺഗ്രസിൽ പോകും, കോൺഗ്രസ് എന്ന് വോട്ട് പോകുമ്പോൾ CPM പോകും. അപ്പൊ നേരെ മാറി. CPM എന്ന് വോട്ട് പോകുമ്പോഴും കോൺഗ്രസ് എന്ന് വോട്ട് പോകുമ്പോൾ നേരെ BJPയിലേക്കാണ് വോട്ട് വരുന്നത്. CPM വോട്ടുകൾ കൂടുതലും BJPയിലാണ് വരുന്നത് അല്ലേ? BJPയിലേക്കാണ് വരുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് അവർക്കൊരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ CPM വിട്ട കോൺഗ്രസ് ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ കോൺഗ്രസ് വിട്ട CPM ആയിരുന്നു. ഇപ്പൊ അതല്ല. CPM എന്ന് വിട്ട കോൺഗ്രസും അല്ല, കോൺഗ്രസ് എന്ന് വിട്ട CPM അല്ല. ഇന്ന് ചിന്താഗതിയിലേക്ക് മൂന്നാം ബദലിൽ നിന്ന് BJPയിലേക്ക് സ്വീകരിക്കാം, BJPക്ക് പോവാം, BJPയിൽ പ്രവർത്തിക്കാം എന്ന ചിന്താഗതി മാനസികമായിട്ട് ഇവരിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാറ്റം പ്രതികരിക്കും. ഗൗതമ, കേരളത്തിൽ BJP വളരെ വലിയ വളർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് BJP മുന്നേറുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ നമ്പർ 1 പാർട്ടി എന്ന് അവർ പറയുന്ന CPM തന്നെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച സംഘടനാ സംവിധാനം കേരളത്തിലുള്ളത് CPM-ന് തന്നെയാണ്. അടിത്തട്ടിൽ നിന്ന് ഒരു ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അനുഭാവികളുടെ കണക്ക് കൃത്യമായി പറഞ്ഞ് ആ കണക്കുകൾ ക്രോഡീകരിച്ച് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുമൊക്കെ അവലോകനം നടത്തി അവർ പറയുന്ന ഒരു ഭൂരിപക്ഷം, അത് കൃത്യമായിട്ട് ആ ഭൂരിപക്ഷത്തിനോടടുത്ത് സ്ഥാനാർത്ഥികൾ ജയിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ തരത്തിൽ സംഘടനാ സംവിധാനമുള്ള CPM തന്നെ സമ്മതിക്കുന്നു BJP ഒരു വലിയ ശക്തിയാണ്, വൻ ശക്തിയാണ്. പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ ഉൾഗ്രാമങ്ങളിൽ CPM വളരുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു എന്ന് പറയുന്നൊരു മികച്ച ഉദ്യോഗസ്ഥനെ കൊല്ലാക്കൊല ചെയ്യുക എന്ന് നമ്മൾ പറയുമല്ലോ. കൊല്ലാക്കൊല ചെയ്ത് അതിനുശേഷം അദ്ദേഹം ആത്മഹത്യയോ കൊലപാതകമോ എന്തോ ആവട്ടെ, അത് കോടതിയുടെ മുന്നിലാണ്. PP ദിവ്യക്ക് ഇതിൽ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട്. പിണറായി വിജയൻ തന്നെ അതെ, പിണറായി സമ്മതിക്കുന്ന വിധത്തിലേക്ക് MV ഗോവിന്ദൻ PP ദിവ്യയെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക്
മറ്റുള്ള സഖാക്കൾ നിങ്ങൾ പറയുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ, ഇവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അപ്പോൾ BJP പ്രത്യേകിച്ച് BJP ഇപ്പോൾ 4-5 പിന്നെ ഒരു ജില്ലയെ തന്നെ 2 ജില്ലാ ഘടകങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ വലിയ മാറ്റം വരാൻ പോവുകയല്ലേ? മൊത്തത്തിലുള്ളൊരു സംഘടനാ സംവിധാനത്തിൽ മുഴുവൻ കേരളത്തിലെ വലിയ രീതിയിലുള്ളൊരു മാറ്റം പൊളിച്ചെഴുത്ത് നടത്താനായിട്ടാണ് BJP ഒരുങ്ങുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുമ്പോട്ട് വെച്ചുകൊണ്ട്, നമുക്കറിയാമല്ലോ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് നിലവിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിനതീതമായിട്ട് ആളുകൾ ഇഷ്ടപ്പെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ഭയങ്കര ഓറയുള്ള അല്ലെങ്കിൽ ഭയങ്കര വ്യക്തിപ്രഭാവമുള്ള ഒരു സ്ത്രീ നേതാവാണ് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അതിന് യാതൊരു തരത്തിലുമുള്ള തർക്കവുമില്ല. അപ്പൊ ശോഭാ സുരേന്ദ്രൻ BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം, BJP കേരളത്തിൽ വലിയ പന്തലായിട്ട് വികസിക്കണമെങ്കിൽ എന്ന് കരുതുന്ന നിരവധിയായിട്ടുള്ള BJP പ്രവർത്തകർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെ അവർക്ക് വേണ്ടി വോട്ട് കുത്താൻ ആഗ്രഹിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്ന CPMകാരും കോൺഗ്രസ്സുകാരും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ BJP വരും ദിവസങ്ങളിൽ യൂസ് ചെയ്യുമോ, അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുമോ, ആ ശോഭാ സുരേന്ദ്രനെ പവറിനെ എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊക്കെ പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യാവസ്ഥ കണ്ണൂരിൽ നിന്ന് പുറത്തു വരുന്നത്. അതെന്ന് പറയുന്നത് CPMന്റെ ഒരു പാർട്ടി സമ്മേളനം, CPM കണ്ണൂർ പാർട്ടി സമ്മേളനം ഇപ്പോൾ കണ്ണൂർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ട് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്, ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡിൽ CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലടക്കം വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല പറയുന്നത്, ഈ പോകുന്ന വോട്ടുകളെല്ലാം BJPയിലേക്കാണ് പോകുന്നത് എന്നും അസന്നിഗ്ധമായിട്ട് ഈ പാർട്ടി ഈ പ്രവർത്തന റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് യഥാർത്ഥത്തിൽ കണ്ണൂർ എന്ന് പറയുന്നത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അടിവേരുള്ള ഒരു സ്ഥലമാണ്, ഒരു സ്ട്രോങ് ഹോൾഡാണ്. പ്രധാന നേതാക്കളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ഒരു പാർട്ടിയുടെ ഒരു ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ തന്നെ കണ്ണൂർ ലോബിയാണ്, അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്നാണ് വലിയ നേതാക്കളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു മണ്ണിൽ നിന്ന് BJPയിലേക്ക് ആളുകൾ ഒഴുകുന്നു, അവർക്ക് ഇത്രയും കാലം വോട്ട് കുത്തിയ ആളുകൾ BJPയിലേക്ക് കുത്തുന്നു എന്ന് പറയുമ്പം അതൊരു വല്ലാത്ത മാറ്റമാണ്, അല്ലെങ്കിൽ വല്ലാത്തൊരു ഭീതിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന്റെ ഒരു പൊട്ടിത്തെറി തന്നെ ഇപ്പം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ രൂപപ്പെടുന്നുണ്ട്. നമുക്കറിയാം പല നേതാക്കളും CPM വിട്ട് BJPയിലേക്ക് പോകുന്ന വാർത്തകൾ നമ്മൾ കണ്ടല്ലോ, ഈ ആലപ്പുഴയിൽ അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ. അത്തരം രീതിയിലുള്ള സമീപനങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിയുടെ പല സ്ട്രോങ് ഹോൾഡുകളിലും പാർട്ടിയുടെ വോട്ടുകൾ ചോരുന്നു, അടിത്തട്ടില് പ്രധാന നേതാക്കളുമായിട്ട് ആളുകൾക്കുള്ള ബന്ധം ഇല്ലാതായി പോയിരിക്കുന്നു. അതായത് അവരുമായിട്ട് ബന്ധം പുലർത്താനോ അവരോട് താല്പര്യമോ യഥാർത്ഥ ജനങ്ങൾക്ക് ഇല്ലാതായി പോയിരിക്കുന്നു. മാത്രമല്ല കൃത്യമായ കേഡറുകളെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല, നല്ല ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ഇത്തരം ഇതിൻ്റെയൊക്കെ വീഴ്ചകളുടെ ഭാഗമായിട്ട് പല ആളുകളും BJP ആണ് നല്ലത് എന്നൊരു സമീപനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇത് മാത്രമല്ല ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്, മറ്റു ചില അതായത് അവരെ പരോക്ഷമായിട്ടുള്ളൊരു കാര്യമാണ്, ഡയറക്റ്റ് അവരുടെ പേരുകൾ പറഞ്ഞിട്ടില്ല. പി ജയരാജനെ പോലുള്ള ആളുകളുടെയൊക്കെ പരാമർശം, ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഇലക്ഷൻ ഡേൻ്റെ അന്ന് ജയരാജനൊക്കെ ജാവേദ്കറെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അപ്പോൾ ജനങ്ങൾക്കിടയിൽ ആകെ ഒരു വല്ലാത്തൊരു പരിഭ്രാന്തി, BJPക്കാണോ വോട്ട് ചെയ്യേണ്ടത്, ജയരാജനെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് BJPയെ കണ്ടു എന്നുള്ളതൊക്കെ അത്തരം രീതിയിലുള്ളൊരു ചിന്താഗതി രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം വലിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ രീതിയിലുള്ള തെറ്റായ സമീപനമായി പോയി എന്ന് പരോക്ഷമായിട്ട് ഇപ്പോൾ ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല PP ദിവ്യ വിഷയം, അത് വളരെ ഗുരുതരമായിട്ട് ആളുകൾക്കിടയിൽ ഒരു അവമതിപ്പുണ്ടാക്കുന്നതിൽ ഈ നവീൻ ബാബു വിഷയം കൃത്യമായിട്ട് കാരണമായിട്ടുണ്ട് എന്നും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ പിണറായിയുടെ തന്നെ ബൂത്താണ്, മണ്ഡലമാണ് ഈ ധർമ്മടം മണ്ഡലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 115ഓളം വോട്ടുകൾ അവിടെ ലഭിച്ചിട്ടുണ്ട്. അതായത് ഇത്തവണ 2024 BJPക്ക്, കഴിഞ്ഞ തവണ 2019 അത് 53 ആയിരുന്നു.
ഇനി നമ്മൾ മറ്റ് പ്രധാന മണ്ഡലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 2019 BJP NDAൻ്റെ വോട്ട് ഈ തൃക്കരിപ്പൂര് എന്നൊക്കെ പറയുന്നത് വലിയ പാർട്ടി ഗ്രാമമാണ്. അവിടെ നാടക പ്രവർത്തനത്തിൻ്റെയൊക്കെ ഈറ്റില്ലമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തൃക്കരിപ്പൂർ. ഈ തൃക്കരിപ്പൂരിലുള്ള സ്ഥലത്ത് 8652 ആയിരുന്നു 2019 NDAക്ക് കിട്ടിയ വോട്ടെങ്കിൽ അത് 2024 വരുമ്പം 17085 ആവുകയാണ്. അതെ, രാജഗോപാലിൻ്റെ ഉണ്ട്. അതെ. അതോടൊപ്പം തന്നെ പയ്യന്നൂർ 9268 ആണ് 2019 BJP കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 2024 വരുമ്പം 18466 ആവുകയാണ്. അതുപോലെ തന്നെ മറ്റ് കല്യാശ്ശേരി 9854 കിട്ടിയിട്ടുണ്ടെങ്കിൽ 2024 വരുമ്പം 17688 ആവുകയാണ്. അതുപോലെ തന്നെ തളിപ്പറമ്പ് 8659 കിട്ടിയിരുന്നെങ്കിൽ അത് 2024 വരുമ്പം 16706 ആവുകയാണ്. ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ചയാണ് പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും ലോക്സഭാ മണ്ഡലങ്ങളിലൊക്കെ ഇക്കുറി സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഡബിളാണ്, വോട്ട് ഷിഫ്റ്റിംഗ് ഡബിളാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? സഖാക്കൾക്കിടയിൽ ഒരു വല്ലാത്ത ഒരു ഭീതി ഉണ്ടാവും. അതായത് ചുവപ്പ് നരച്ചാൽ കാവിയാകുമെന്നാണല്ലോ പല പ്രതിപക്ഷത്തുള്ള പല ആളുകളും ഇവരെ വിമർശിക്കാറ്. അതൊരു യാഥാർത്ഥ്യമാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പം പല സഖാക്കളും. അല്ല, അത് യാഥാർത്ഥ്യമായല്ലോ. ഈ പറയുന്ന പോലെ CPMൻ്റെ ഏറ്റവും വലിയ കോട്ടയായിരുന്നില്ലേ ത്രിപുര? അവിടെ എല്ലാ കാലങ്ങളിലും 40 വർഷത്തിലേറെയായിട്ട് ത്രിപുര ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റേറ്റ് അവിടെ ചോപ്പ് മാറിയപ്പോൾ എന്താ വന്നേ? BJP അല്ലേ വന്നേ? ഇപ്പം ഇനി BJP ഇപ്പം ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും BJP ഒന്ന് തൊടാൻ പോലും ത്രിപുരയിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കണ്ണൂരിൻ്റെ കോഴിക്കോട് ജില്ലയുടെ അതിർത്തി പ്രദേശമടക്കം ഉൾപ്പെടുന്നതാണ് നമ്മുടെ വടകര ലോക്സഭാ മണ്ഡലം. കണ്ണൂരും കൂടെ ഉൾപ്പെടുന്ന മണ്ഡലം. അത് കണ്ണൂർ ലോക്സഭാ മണ്ഡലവും അതുപോലെ തന്നെ വടകര ലോക്സഭാ മണ്ഡലത്തിലും കഴിഞ്ഞ തവണ സംഭവിച്ചത് വളരെ ശക്തമായ തിരിച്ചടിയാണ് പാർട്ടിക്ക് ഉണ്ടായതെന്നും കൂടി പാർട്ടി വിലയിരുത്തുന്നുണ്ട്. അത് ഷാഫി പറമ്പലിൻ്റെ വിജയം, അതുപോലെ തന്നെ K സുധാകരൻ്റെ പിന്നെ കഴിഞ്ഞ തവണത്തെ വിജയമൊക്കെ തന്നെ പാർട്ടി കോട്ടകളിൽ നിന്ന് അട്ടപട്ടലം വോട്ട് ചോർന്നു പോയിക്കൊണ്ടാണ് സംഭവിച്ചതെന്നും ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഇവരിതിൽ പറയുന്നുണ്ട്. ഒപ്പം CPMൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഫലം എന്ന് പറയുന്നത് എന്തായിരുന്നു? അണികൾ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുമായിട്ട് അണികൾക്കുണ്ടാവുന്ന ബന്ധമായിരുന്നു. ഒരു നാട്ടിലെ പ്രശ്നം, നാട്ടിലെ വിഷയങ്ങൾ പരിഹരിക്കുക, അതുപോലെ തന്നെ നാടുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം ഉള്ളവൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് അവനെ ചേർത്ത് നിർത്തുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ പാർട്ടിയുടെ ബലം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഈ റിപ്പോർട്ടിൽ പറയുന്നത് CPMൻ്റെ നേതാക്കന്മാർക്ക് നാട്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും അറിയില്ല എന്ന അവസ്ഥയാണുള്ളത് എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇവർക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിൽ. ഇവർക്കൊന്നും പക്ഷേ താത്വികമായിട്ടുള്ളത് അല്ലെങ്കിൽ ദാർശനികപരമായിട്ട് കമ്മ്യൂണിസത്തെക്കുറിച്ചോ മാർക്സിസത്തെക്കുറിച്ചോ യാതൊരു തരത്തിലുള്ള ധാരണയില്ല. ഇത്തരം ധാരണയില്ലാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, CPM എന്ന് പറയുന്ന പാർട്ടിക്ക് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദുരന്തങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരാണ് ഗുണ്ടാ പ്രവർത്തനത്തിനും അതുപോലുള്ള മറ്റ് തെമ്മാടി പ്രവർത്തനത്തിനും മറ്റ് പല പരിപാടികൾക്കും വേണ്ടി പോകുന്നത്. ചോദ്യം ഉണ്ടല്ലോ, അപ്പോൾ ഒരു ചോദ്യം വേറെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഈ കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ ഇത് പറഞ്ഞു കേട്ടോ, ഈ പയ്യന്നൂർ, തളിപ്പറമ്പ് അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും അല്ലെങ്കിൽ പിണറായി പോലുള്ള പല പ്രദേശങ്ങളിലും ഉള്ളിൻ്റെ ഉള്ളിൽ പിണറായിയെ വെറുക്കുന്ന നിരവധിയായിട്ടുള്ള നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അതും കൂടി നമ്മൾ ഇവിടെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും പിണറായി വിജയനെ അല്ലെങ്കിൽ നിലവിലുള്ളൊരു പാർട്ടി സംവിധാനത്തെ, പാർട്ടിയുടെ ഭരണത്തെ എതിർക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ആരാണ് ഈ എതിർക്കുന്നത്? ഈ എതിർക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് എന്താണ് മാർക്സിസം എന്നും എന്താണ് കമ്മ്യൂണിസം എന്നും അതിൻ്റെ ദാർശനികപരമായിട്ടുള്ള ഒരു അറിവിനെ കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ എതിർപ്പ് ഉന്നയിക്കുന്നത്. എതിർപ്പ് ഉന്നയിക്കാത്ത ആളുകൾ ആരാ? അടിമകൾ. അവരെയാണ് നമ്മൾ അടിമകൾ എന്ന് വിളിക്കുന്നത്. ഒരുപാട് അടിമകളെ ഇതേപോലെ പാർട്ടി അവരുടെ ഒരു കരുത്തായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അടിമകൾക്ക് യാതൊരു അറിവുമില്ല. നമ്മൾ ചോദ്യമുണ്ട്,
ഇവിടെ ഇപ്പം ഈ പറയുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും ധാർമ്മികതയും തത്വശാസ്ത്രവും ഒക്കെ പഠിച്ചിരിക്കുന്ന ആളുകളെന്ന് ഗൗതം പറഞ്ഞല്ലോ, ഉണ്ടാവും, അങ്ങനെ ആളുകളുണ്ട്, യഥാർത്ഥ സത്യമാണ്. പണ്ട് കാലം മുതലേ മാർക്സിയം തത്വശാസ്ത്രങ്ങൾ പഠിച്ച ആൾക്കാരുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ മുകളിലിരിക്കുന്ന നേതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഈ തത്വശാസ്ത്രം ഓർമ്മയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ പറയുന്ന ഗുണ്ടകളെ മുഴുവൻ വളർത്തുന്നത് ഈ ഭരണത്തിൻ്റെ തണലിലല്ലേ? പാർട്ടി ചെല്ലും ചെലവും കൊടുത്തല്ലേ ഈ ഗുണ്ടകളെ ജയിലിൽ പാർപ്പിക്കുന്നതും ജയിലുകളിൽ സകലമാന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും എല്ലാം തന്നെ CPM-നകത്തെ നേതാക്കന്മാരും CPM-നകത്തെ മന്ത്രിമാരും ഉൾപ്പെടുന്ന ആളുകളല്ലേ? മാത്രമല്ല കമ്മ്യൂണിസം ആണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ ഭരണകൂടം നടപ്പിലാക്കുന്നത്? ബൂർഷകൾ എന്ന് നായിക്ക് 40 വട്ടം പറയുകയും എന്നിട്ട് ബൂർഷകൾ എടുക്കുന്ന പണി തന്നെ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ CPM. അങ്ങനെ റെഡിക്ക് ഇവർ നയം മാറ്റിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇപ്പൊ ഇതിലെനിക്ക് പെട്ടെന്ന് ഇതിൽ ഓർമ്മ വരേണ്ടത് യഥാർത്ഥത്തിൽ MN വിജയനെയാണ്. MN വിജയൻ 2003 തന്നെ പാർട്ടിക്ക് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ MN വിജയൻ പറഞ്ഞ കാര്യമാണ്. അതായത് പിണറായി വിജയൻ പാർട്ടിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഘോഷയാത്ര എന്നൊരു തലക്കെട്ടിൽ ഒരു ആർട്ടിക്കിളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതല്ലേ ഇപ്പൊ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇതല്ലാതെ ദീർഘവീക്ഷണം, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യമാണ്. MN വിജയൻ മാഷ് പറഞ്ഞതുപോലെ തന്നെ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. സുകുമാർ അഴീക്കോടൊക്കെ ഒരിക്കൽ മാർക്സിസത്തെക്കുറിച്ച് സംസാരിച്ചതുപോലെ ഒരുപാട് മാർക്സിയൻ തത്വശാസ്ത്രവാദികളൊക്കെ ഉണ്ടായിരുന്നു, വിമർശകരായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട്. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം അപ്പുക്കുട്ടൻ മള്ളിക്കുന്നിനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യത്തിലേക്ക് പോകണം. അതുകൊണ്ടാണല്ലോ TP ചന്ദ്രശേഖരൻ അടക്കം കൊല്ലപ്പെട്ടത്. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ, മാറിയ കാലഘട്ടത്തിൽ പഴയ സിഗരറ്റ് വലിച്ചുകൊണ്ട് പരിപ്പ് വടയിൽ നിന്ന് ജീവിക്കാനൊന്നും ആളുകളെ കിട്ടില്ല. മാറുന്ന കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്, മാർക്സിസം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ യോജിച്ച ഒന്നല്ല. അല്ല, ഈ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആ തത്വശാസ്ത്രം മാർക്സ് അന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിലനിൽക്കുന്ന കാര്യമല്ല. അതിനനുസരിച്ച് മാറ്റി കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അതായത് ഒരു മതത്തിന്റെ ബോധത്തിൽ നിന്ന് മാറിയിട്ട് ഏതൊക്കെ രീതിയിൽ അതിൻ്റെ ഒരു സത്തയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കും, മാർക്സിസത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അതിൻ്റെ സൈദ്ധാന്തിക വശങ്ങളുടെ സത്തയെ ചോരാതെ അതിനെ പുതിയ കാലത്തിനനുസരിച്ചിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലവിൽ കേരളത്തിൽ നിലനിൽക്കണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായും. എന്തായാലും നമുക്ക് സമയപരിമിതിയുണ്ട്. ഇവിടെ BJP ഈ ഇതിനിടയിൽ കൂടെ വളരെ ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം എല്ലാ ജില്ലാ ഘടകങ്ങളും വിഭജിച്ചുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടുണ്ട്. ഈ നിയമിച്ച ജില്ലാ പ്രസിഡന്റുമാരിൽ 90% ആളുകളും ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ എന്തൊക്കെ കാര്യം പറഞ്ഞാലും പാർട്ടിയോട് കൂറുള്ള ആളുകളാണ് വന്നിരിക്കുന്നത്. അത് വലിയൊരു കാര്യമാണ്. പാർട്ടിയോട് കൂറുള്ള, പാർട്ടിയെ ചലിപ്പിക്കാൻ തയ്യാറാവുള്ള, ഞാൻ വന്നു ശരി എനിക്കാണ് ഉത്തരവാദിത്തമുള്ളത്, ഞാൻ ചലിപ്പിച്ചേ അടങ്ങൂ എന്നുള്ള തീരുമാനത്തിൻ്റെ പുറത്ത് നിൽക്കുന്ന ആളുകളാണുള്ളത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കൂടി സംസ്ഥാന അധ്യക്ഷയായി വരികയാണെങ്കിൽ BJPക്ക് മറ്റൊരു ചരിത്രം കേരളത്തിൽ കുറിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ശോഭ വരണമെന്ന്. അതെ.